ഹെൽത്തി ഭക്ഷണം ഫോളോ ചെയ്യുന്നവരുടെ മെയിനായിട്ടുള്ള റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ അത് രാഗി കൊണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് നമ്മുടെ രാഗി അവലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ തന്നിട്ടുണ്ട് മറ്റ് സാധനങ്ങളുടെ കൂടെ. ഡയറ്റ് ഫോളോ ചെയ്യുന്നവരും പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവരും ഒക്കെ ഒരുപാട് പേരിത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഷുഗർലെസ് ആണല്ലോ. അപ്പോൾ നമുക്കെന്നാൽ ഇതിൻ്റെ റെസിപ്പി ഒരു വട്ടം കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. മറ്റെല്ലാ അവലോസും പോലെ തന്നെ തേങ്ങ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമുക്കിവിടെ ധാരാളം തേങ്ങ കിട്ടും. തേങ്ങ ഒക്കെ ആവശ്യത്തിനുള്ളത് ആദ്യമേ ചിരകി വെക്കണം. അപ്പോൾ 3 kg അവലോസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 2.5 സ്പൂൺ കരിജീരകം, 2.5 സ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2.5, 3, 4 ഒക്കെ സ്പൂണ് നമ്മളെ ചെറിയ ഉള്ളി നല്ലതായിട്ട് നൈസായിട്ട് മുറിച്ചെടുത്തത്, പിന്നെ 1.5 സ്പൂൺ ചുക്ക് പൗഡർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നേച്ചുറലാണ്, നമുക്ക് ഇവിടെയുള്ള ഇഞ്ചി തന്നെയാണ്. പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന ഏലക്കായ, ജീരകം ഇതൊക്കെ നമ്മൾ നീറ്റായിട്ട് കഴുകി വെയിലിലിട്ട് ഉണക്കി ടിന്നുകളിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/2 സ്പൂൺ ഏലക്കായയുടെ പൗഡറും പിന്നെ 1/2 സ്പൂൺ എള്ളും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ, അതുകൊണ്ട് എള്ളും കൂടെ യൂസ് ചെയ്തു. നമ്മൾ അവലോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചേക്കണം. നീറ്റായിട്ട് കഴുകി വെയിലിൽ ഉണക്കുകയോ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുകയോ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം രാഗിയും കൂടെ ഇതിലേക്ക് ഇടുക. രാഗി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ ചോട്ടിലൊന്ന് വിരിച്ചിടണം, അല്ലെങ്കിൽ വെയിലായാലും മതി. കാരണം അങ്ങനെ നമ്മൾ രാഗി മില്ലിൽ കൊടുത്താൽ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം മില്ലിലുള്ളവർക്ക് അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പൊടിക്കേണ്ടത് പുട്ടിൻ്റെ പാകത്തിനാണ്. അവലോസിനും ഏത് സാധനം പൊടിക്കുമ്പോഴും അത് പുട്ടിൻ്റെ പാകത്തിനാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമ്മളൊരു നുള്ളു ഉപ്പിടുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് പ്രൊഡക്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ്. അതൊരല്പം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ കൈ കൊണ്ട് തിരുമ്മിയെടുക്കണം. കുറച്ച് ടൈം ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് അവലോസ് ഉണ്ടാക്കാൻ നോക്കിയാൽ അത് നല്ലതായി വരില്ല. അടുപ്പിൽ തീ മൂട്ടിയതിന് ശേഷം ആ തീയൊക്കെ ഒന്ന് കുറച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെറു കണലാക്കി നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണം. ഇത് അടുപ്പിൽ വെച്ചിട്ട് മെല്ലെ മെല്ലെ ഇളക്കി തുടങ്ങണം. തുടക്കത്തിൽ നമുക്ക് സ്റ്റീലിൻ്റെ ഒരു ചട്ടുകമായിരിക്കും നന്നാവുക. കാരണം അത് ആ പൊടിക്ക് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് നീങ്ങി കിട്ടാൻ സ്റ്റീലായിരിക്കും നല്ലത്. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് പൊടിയൊന്ന് വെയിറ്റ് കുറഞ്ഞ് വരുമ്പോൾ നമുക്കത് മരത്തിൻ്റെ ചട്ടകം യൂസ് ചെയ്യാം. മരത്തിൻ്റെ ചട്ടകമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ മരത്തിൻ്റെ ചട്ടകമൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അവലോസിൻ്റെ പണിയുടെ പകുതി നമ്മൾ ചെയ്തു എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അങ്ങോട്ട് ഇത് 1 മണിക്കൂർ നമ്മൾ ചെറു തീയിൽ വളരെ ക്ഷമയോടുകൂടി മെല്ലെ മെല്ലെ വറുത്തെടുക്കണം. അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ട എല്ലാ പ്രിക്കോഷൻസും നമ്മൾ ചെയ്തിരിക്കണം. തീ തീരെ കുറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അവലോസ് വെന്ത് കിട്ടൂല. അപ്പോൾ ഒരു മിനിമം തീയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. തീ കൂടിക്കഴിഞ്ഞാൽ അവലോസ് എന്തായാലും അടുക്കി പിടിച്ച് പോകും. അപ്പോൾ അടുക്കി പിടിച്ച് പോവാതിരിക്കാനൊക്കെ വേണ്ട ഒരു പ്രിപ്പറേഷൻ, അതായത് ഇപ്പുറത്ത് തന്നെ ഇതേ വലുപ്പത്തിലുള്ളൊരു ചെമ്പ് വെച്ചിട്ട് വല്ല കാരണവശാലും അടുക്കി പിടിക്കാനുള്ള ഇത് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചെമ്പ് മാറ്റിക്കളയണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അവലോസ് ഉണ്ടാക്കാൻ പറ്റും. പല സ്ത്രീകളുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ ഈ അവലോസൊക്കെ ഒരുപാട് ആരോഗ്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും അവലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്തോളൂ. അപ്പം നമ്മുടെ അവലോസ് ആദ്യത്തെ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു മണലിൻ്റെ സൗണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവലോസിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ മണൽ പരുവാണ്. മണൽ പരുവം ആവുന്നവരെ നമ്മൾ ക്ഷമയോടുകൂടി ഇത് വറുത്തുകൊണ്ടേയിരിക്കണം. എല്ലാ ഭാഗത്തും ഇളക്കലെത്തണം, ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകും. അവലോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അവലോസ് കഴിക്കുന്നവർ എല്ലാവരും മധുരം കഴിക്കുന്നവരായിരിക്കില്ലല്ലോ. അപ്പോൾ മധുരം കഴിക്കാത്തവർക്കും നമ്മുടെ അവലോസ് കഴിക്കാൻ പറ്റണം. അപ്പോൾ മധുരം ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് തേനോ അല്ലെങ്കിൽ ശർക്കര പൗഡറോ
ഒക്കെ ചേർത്തിട്ട് അത് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ അവലോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പാലൊഴിച്ചിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന കൂടുതൽ പേരും എന്നോട് മേടിക്കുന്നവരൊക്കെ പാല് ചേർത്തിട്ടാണ് ഇത് കഴിക്കുന്നത്. ഒരു നേരത്തെ ആഹാരമായിട്ടാണ് അവർ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അവലോസിനെ പറ്റി ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നിങ്ങളും അവലോസ് ഉണ്ടാക്കുന്നവരാണോ? നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അവലോസ് പാക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ടിന്നിലിട്ട് വെക്കുകയെന്ന് വെച്ചാലും നല്ലതായിട്ട് തണഞ്ഞ് കിട്ടണം. അപ്പോൾ ഒരു വൈറ്റ് തുണിയിട്ട് ഇങ്ങനെ മൂടിയിടാം. അങ്ങനെ നമ്മുടെ അവലോസ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്തിട്ട് വിടുകയാണ്. അപ്പോൾ അത് കസ്റ്റമർ പറയുന്ന ടൈപ്പിലുള്ള ചെറിയ ചെറിയ പാക്കറ്റുകൾ നമ്മൾ ആക്കി കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് അത് ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഇതിനോടൊപ്പം ശർക്കര പൗഡർ ചേർത്ത് കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ നമ്മൾ ശർക്കര പൗഡറും സപ്ലൈ ചെയ്യുന്നുണ്ട്. പ്യുവർലി നേച്ചുറലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ സീസണിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റിയത് കസ്തൂരി മഞ്ഞളിൻ്റെ ഒറിജിനലായിട്ടുള്ള പൗഡറാണ്. നമ്മുടെ സംരംഭങ്ങളെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്